ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറീന. ഇന്നലെ IPL നടന്ന മത്സരത്തിൽ ഗുജറാത്ത് RCBയെ പരാജയപ്പെടുത്തി. ഈ സീസണിൽ RCB വഴങ്ങുന്ന മൂന്നാമത്തെ തോൽവിയായിരുന്നു ഇത്. അതായത് ഓരോ 2 മത്സരങ്ങൾ വിജയിക്കുന്നതിന് ശേഷവും ഒരു മത്സരത്തിൽ RCB പരാജയപ്പെടുന്നു എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് RCB ആരാധകർ പലവിധ ആശങ്കകളും ഇപ്പോൾ ഉയർത്തുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ടോപ്പ് 2-വിൽ ഇടം നേടുക എന്നുള്ളതാണ് RCBയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. എന്നാൽ ഇങ്ങനെ ഇടയ്ക്കിടെ പരാജയങ്ങൾ ഏൽക്കേണ്ടി വന്നാൽ അത് RCBയെ സംബന്ധിച്ചിടത്തോളം ക്ഷീണം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. RCBയുടെ ഒരു ആരാധകൻ ഇന്നലെ Xൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. അതായത് ഈ തോൽവിയിൽ നിന്നും RCB മനസ്സിലാക്കേണ്ട അതല്ലെങ്കിൽ പാഠം ഉൾക്കൊള്ളേണ്ട 4 കാര്യങ്ങൾ എന്നാണ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത്. ആ 4 കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തേത്, വിരാട് കോഹ്ലി വലിയ ഇന്നിങ്സ് കളിക്കേണ്ടത് RCBയുടെ തന്നെ ഏറ്റവും വലിയ ആവശ്യമാണ്. കാരണം കോഹ്ലി നേരത്തെ പുറത്തായ മത്സരങ്ങളിൽ എല്ലാം തന്നെ RCB ബാറ്റിങ്ങിൽ വലിയ തകർച്ച നേരിടുന്നു. കോഹ്ലി ധൃതി പിടിച്ചുകൊണ്ട് റൺസ് സ്കോർ ചെയ്യേണ്ടതില്ല, മറിച്ച് അദ്ദേഹം പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുന്നതിൽ ശ്രദ്ധ നൽകണം. കോഹ്ലി നേരത്തെ പുറത്തായാൽ RCBയുടെ ബാറ്റിംഗ് നിരയെ ഒന്നടങ്കം അത് ബാധിക്കും. ഒരറ്റത്ത് എപ്പോഴും വിരാട് കോഹ്ലി ഉണ്ടാകുന്നതാണ് RCBയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല കാര്യം. കോഹ്ലി പുറത്തായി കഴിഞ്ഞാൽ പിന്നീട് ഒരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന RCBയെയാണ് നമുക്ക് ഈ സീസണിൽ കാണാൻ കഴിയുന്നത്. ഇനി രണ്ടാമത്തേത്, ഫിൽ സാൾട്ട് ടീമിലെ ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണ്. അദ്ദേഹത്തിന്റെ പകരമാവാൻ ജേക്കബ് ബത്തേലിന് കഴിയില്ല എന്നുള്ളത് വ്യക്തമാണ്. ശരിയാണ്, ബത്തേൽ നല്ല ടാലന്റ് ഉള്ള ഒരു താരമാണ്. പക്ഷെ ഫിൽ സാൾട്ടിന്റെ ആ ഒരു വിടവ് നികത്താൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അത് ഉടനടി സാധിക്കില്ല. കുറച്ചുകൂടി എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് കൈവരേണ്ടതുണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം, ജിതേഷിന്റെ കാര്യത്തിൽ ഒരു പുനർവിചിന്തനം ആവശ്യമാണ്. ഈ സീസണിൽ ഉടനീളം ബാറ്റർ എന്ന നിലയിൽ അദ്ദേഹം മോശം പ്രകടനമാണ് നടത്തുന്നത്. കീപ്പിങ്ങിൽ മികവ് പുലർത്തുന്നുണ്ടെങ്കിലും അത് മതിയാവില്ല. ടോപ്പ് ഓർഡർ തകർന്നടിയാൻ താൻ പ്രാർത്ഥിക്കാറുണ്ടെന്നും എന്നാൽ മാത്രമേ തനിക്ക് ഹീറോയാവാൻ സാധിക്കുകയുള്ളൂ എന്നും ഒരിക്കൽ നേരിട്ട് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ജിതേഷ്. പക്ഷേ ഈ സീസണിൽ ടോപ്പ് ഓർഡർ തകർന്നടിഞ്ഞ മത്സരങ്ങളിൽ എല്ലാം തന്നെ ജിതേഷ് ഹീറോയാകുന്നതിന് പകരം സീറോയായി മാറുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നാലാമത്തെ പോയിന്റ്, അത് ടിം ഡേവിഡുമായി ബന്ധപ്പെട്ടതാണ്. അതായത് തൻ്റെ ബാറ്റിംഗ് ശൈലിയുടെ കാര്യത്തിൽ ടിം ഡേവിഡ് മാറ്റം വരുത്തേണ്ടതുണ്ട്. എപ്പോഴും കൂറ്റനടിക്ക് ശ്രമിക്കാതെ ചില സമയങ്ങളിൽ സാഹചര്യത്തിന് അനുസരിച്ച് കളിക്കാൻ ഇദ്ദേഹം പഠിക്കേണ്ടതുണ്ട്. ടോപ്പ് ഓർഡർ തകർന്നടിഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ ടിം ഡേവിഡ് ശ്രമിക്കേണ്ടതുണ്ട്. ഇതാണ് ഒരു RCB ആരാധകൻ Xൽ തൻ്റെ നിർദ്ദേശമായി കൊണ്ട് എഴുതിയിട്ടുള്ളത്. ഏതായാലും ടീമിനകത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് ഓരോ തോൽവിയിലും വളരെ വ്യക്തമായി വരുന്നുണ്ട്. അതെല്ലാം RCB പരിഹരിക്കും എന്നാണ് ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം കാണാം.